ചാവക്കാട് നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നാട്ടുകാർ രംഗത്ത്. മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതിനാൽ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതായി നാട്ടുകാർ പറയുന്നു. കൂടാതെ മേഖലയിൽ ചർമ്മരോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതും പ്ലാന്റ് മൂലമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചാവക്കാട് നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പരപ്പിൽ താഴത്തുകാർ. വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. ഇവിടെ ഒരു ഖരമാലിന്യ കേന്ദ്രമുണ്ടെങ്കിലും വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നതല്ലാതെ ഇതിന്റെ സംസ്കരണമോ മറ്റു പ്രവർത്തനവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ത്വക്ക് രോഗങ്ങളൊക്കെ പിടിപെട്ട വലിയ പ്രശ്നമല്ലേ നടക്കുന്നത്? ഇവിടെ ഈ മഴ പെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുഴു അരിച്ച് കയറലും വീടിൻ്റെ മതിലുമിക്ക് ഒക്കെ കയറലും, പിന്നെ കുട്ടികൾക്ക് അനിയത്തിൻ്റെ മോളെ കുട്ടികൾക്ക് ഛർദിയും മേലൊക്കെ തടിച്ച് ചൊറിഞ്ഞ് ഇതാവലും ഈ വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നം. പിന്നെ ഇപ്പം എൻ്റെ കാലുമ്മ ഇതായതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക്. ഭയങ്കര ദുർഗന്ധം ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ നമ്മൾ ഇതിൽ പരാതിപ്പെട്ടിരുന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അധികൃതർക്ക്? അപ്പോൾ അവരുടെ മറുപടി എന്താണ്? 2 പ്രാവശ്യം ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് പരാതി അയച്ചു. പിന്നെ ഒരിക്കൽ തൃശ്ശൂർ അസിസ്റ്റന്റ് കളക്ടർക്ക് പരാതി കൊടുത്തു. അപ്പോൾ അവർ ഇതുവരെ അതിന് മറുപടിയൊന്നും തന്നിട്ടില്ല. കളക്ടറേറ്റിൽ നിന്ന് ഒരു എഴുത്ത് എനിക്ക് വന്നിരുന്നു. ഇത് ഞങ്ങൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിന് ദുരന്ത നിവാരണ സേനയ്ക്ക് ഇത് കൈമാറിയിട്ടുണ്ട്, അവരന്വേഷിക്കും, അന്വേഷിച്ചിട്ട് വിവരം തരാമെന്ന്. നാളിതുവരെയായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് കളക്ടറേറ്റിൽ നിന്നുള്ള ലെറ്റർ കിട്ടിയിട്ടിപ്പോൾ ഏകദേശം ഒരു ആഴ്ചയായി. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അധികാരികളോട് പറയാനുള്ളത്? ഒന്ന് കൃത്യമായി പ്രവർത്തിക്കണമെന്നാണോ അത് ഇവിടുന്ന് മാറ്റണമെന്ന് നമുക്ക് ആവശ്യപ്പെടാണ്? രാത്രികാലമായ ഇതുപോലെ നടന്നു പോകാനൊന്നും പറ്റില്ല. ഇവിടെ ജന്തുക്കളും നായ്ക്കളുടെ ശല്യങ്ങളും ഒക്കെയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സമീപനം ഞങ്ങളുടെ ജനങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികൾ മൊത്തം ഞങ്ങൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കിതിനൊരു ശാശ്വതമായ പരിഹാരം കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ തന്നെ സംഭവിക്കുന്നത്. കാരണം നമുക്ക് അവിടെ ത്വക്ക് രോഗങ്ങൾ സംഭവിക്കുന്നു, കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം വലിയ പ്രതിസന്ധി എടുക്കുന്നു. കുടിവെള്ളത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്നു. കാരണം ബോർവെല്ലുകളാണ് ഇപ്പോൾ പ്രദേശങ്ങളിൽ, പക്ഷേ അതിലുള്ള വെള്ളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അപ്പോൾ അടിയന്തരമായി ഇതിലൊരു ഇടപെടൽ നടത്തി ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇതിൽ മാറ്റി സ്ഥാപിക്കണം എന്നല്ല അവർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പടരാതിരിക്കാനുള്ള ഒരു നടപടി അധികാരികൾ സ്വീകരിക്കണം എന്ന ആവശ്യമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്. ഹബീബ് കുടുംബക്കൊപ്പം അഖിൽ കെ, മീഡിയ 1, തൃശൂർ.